തിരിച്ചെത്താം. ഇപ്പോൾ നേവിയുടെ PRO അതുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അതുൽ, ഇപ്പോൾ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുന്നില്ല. കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുവരെയുള്ള നേവിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഗുഡ് ഈവനിങ് മാം. ഇതുവരെ നടന്നിട്ടുള്ള ആദ്യം ഞാൻ പറയാം. ഇത് 19th ജൂലൈ തൊട്ട് നേവിയുടെ ടീം അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു റിക്വസ്റ്റ് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിയോട് പറഞ്ഞപ്പോൾ നേവി ഇന്നൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ഇന്ന് 2 ടീമായിട്ടായിരുന്നു ഇത് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ടീം സോണാർ ഓപ്പറേറ്റേഴ്സിന്റെ എക്സ്പേർട്ട് ടീമും രണ്ടാമത്തത് ഡൈവേഴ്സും ആയിരുന്നു. അപ്പം വെള്ളത്തിനടിയിൽ നമുക്കൊരു സാധനം ഉണ്ടോ അതില്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നമ്മുടെ ക്യാമറ വെച്ച് നമുക്ക് നോക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വെള്ളം ഒരു റെഡിഷ് ബ്രൗൺ കളർ, വിസിബിലിറ്റി സീറോ എന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ആ ഡൈവറിന്റെ കൈ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വിസിബിലിറ്റി ഇല്ലാതാക്കും. അപ്പൊ രണ്ടാമത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ സൊണാർ എന്ന് പറഞ്ഞ എക്യുപ്മെന്റ്, സൈഡ് സ്കാൻ സൊണാർ എന്ന് പറയും. അത് ഈ സൗണ്ട് വേവ്സ് വെള്ളത്തിനകത്ത് വിട്ടിട്ട് അത് ഈ ഒരു എക്യുപ്മെന്റ് ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള എക്യുപ്മെന്റ് നേവിയുടെ അടുത്തുണ്ട്. നേവി ഇത് യൂസ് ചെയ്യുന്നത് ഈ വെള്ളത്തിനടി കിടക്കുന്ന ഹസാർഡ്സോ അതല്ലെങ്കിൽ സീബെഡിനെ മാപ്പ് ചെയ്യാനൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് സോണാർ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ആദ്യം ബോട്ടിൽ വന്ന് ആ സോണാർ അവർ ഡിപ്ലോയ് ചെയ്യുകയും പ്ലസ് ആ അണ്ടർ വാട്ടറിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് നമുക്കൊരു പ്രോബബ്ലി ഒരു 3-4 ഞങ്ങൾക്ക് കോൺടാക്ട്സ് കിട്ടിയായിരുന്നു. പിന്നെ ഈ കോൺടാക്ട്സിനെ അനലൈസ് ചെയ്യും, ഡേറ്റ വെച്ചിട്ട് ആ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വിഷ്വൽ, ആ വണ്ടിയുടെ വിഷ്വൽ ഇത് നോക്കി പ്ലസ് എവിടെ ഈ സംഭവം നടന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ കമ്പൈൻ ഒരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 കോൺടാക്റ്റിലോട്ട് 0 ചെയ്തേക്കും. ഈ 2 കോൺടാക്റ്റിൽ ഒന്നായിരിക്കും. അതിൽ ഒരെണ്ണം പ്രൈമറി കോൺടാക്റ്റും രണ്ടാമത്തെ സെക്കൻഡറി കോൺടാക്റ്റും. അവിടെ സൊണാർ ഓപ്പറേറ്റേഴ്സ് ഈ വെള്ളത്തിന്റെ സൊണാറെ വർക്ക് ചെയ്യത്തുള്ളൂ വെള്ളത്തിനടിയിൽ, സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മൾ ഐഡന്റിഫൈ പ്രോബബിൾ ലൊക്കേഷൻ കിട്ടി. ഇനി വരുന്നത് ഡൈവേഴ്സിന്റെ റോള്. അപ്പൊ ഡൈവേഴ്സ് റോളിന്റെ വരുമ്പം ആ ഡൈവേഴ്സിന് ഇപ്പൊ ഡൈവ് ചെയ്യണമെങ്കിൽ അവര് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ പോവല്ല. അവര് അവിടെ ആ ഒരു ഡൈവ് ചെയ്യുമ്പോൾ അവർ ആ ഒരു സ്റ്റാൻഡ് ബൈ ഡൈവർ ഉണ്ട്. പ്ലസ് ഡൈവറിന് നേരെ താഴോട്ട് പോകണം ഈ സ്ഥലത്തോട്ട്. പക്ഷെ അത് നടക്കുന്നില്ല. ഈ ഒഴുക്ക് കാരണം, അടിയൊഴുക്ക് കാരണം കൊണ്ട് പുള്ളിക്കാരൻ ഡ്രിഫ്റ്റ് ആയി പോവുക. അപ്പൊ അവിടുത്തെ ഒരു സ്പീഡ് വന്നിട്ട് വാട്ടറിന്റെ സ്പീഡ് വന്നിട്ട് ഒരു 5 to 6 knots. ഇത് താഴോട്ട് പോകുമ്പോഴത്തെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക ഇത്. സോ അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഓരോരുത്തർ ഡൈവ് ചെയ്താൽ പുള്ളിക്കാരൻ ഒരു 15-20 മീറ്റർ അകലെ ആയിരിക്കും പോയി ലാൻഡ് ചെയ്യുന്നതും. പ്ലസ് അവിടെ വെള്ളത്തടിയിൽ ഈ മലയിൽ നിന്ന് ഒഴുകി വന്ന മരവും പിന്നെ ഡെബ്രിസും ഇത് പാറ ഇതെല്ലാം അവിടെ കിടക്കുക. അപ്പൊ അതൊരു ഡേഞ്ചറുമാണ്. താങ്കൾ പറയുന്നത് ഈ അടിയൊഴുക്കും പാറകളും മരങ്ങളും ഒക്കെ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി ഈ അവസ്ഥ തന്നെ വീണ്ടും തുടരുകയാണ്. ഇന്നലെ തന്നെ ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും ഈ 4 തവണയോളം ഇറങ്ങി എന്ന് പറയുന്നു, ഇറങ്ങാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇനിയും ഇതേ അവസ്ഥ തന്നെ തുടരുകയാണെങ്കിൽ പ്ലാൻ ബി ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കൈകളിലും? അതായത് നിങ്ങൾ ഇനി അടുത്ത മുന്നോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കാം? നമുക്ക് വെള്ളത്തിനടിയിൽ ഒരു സാധനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 വഴിയുണ്ട്. ഒന്ന് കണ്ണുകൊണ്ട് കാണുക, അതാ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് അകത്ത് പോകാൻ പറ്റില്ല. ക്യാമറ വിട്ടാൽ ക്യാമറയ്ക്കകത്ത് ഒന്നും കാണുന്നില്ല. ബിക്കോസ് ഈ വെള്ളത്തിന്റെ കളർ അതുപോലെ ആയിരിക്കും. മണ്ണ് ഈ മലയിൽ ഒലിഞ്ഞു വരുന്ന മണ്ണും ഇതെല്ലാം കൂടെ വെള്ളത്തിന്റെ കളറേ ബ്രൗണിഷ് കളറായിട്ടിരിക്കും. അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല. രണ്ടാമത്തേത് നമ്മൾ സോണാർ വെച്ചിട്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ഒരു സാധനം ഉണ്ടെന്നുള്ളത്. അല്ല നമുക്ക് ഇനി അത് കൺഫേം ചെയ്യണമെങ്കിൽ ഡൈവർ പോയേ പറ്റും. പക്ഷെ ഡൈവർ പോകണമെങ്കിൽ ഈ ഒരു പുള്ളിക്കാരന് കുറെ സെറ്റ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പ്ലസ് പുള്ളിക്കാരൻ അവിടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് വേണം ഈ താഴോട്ട് പോകാൻ. അപ്പൊ ഈ ഒരു ഒഴുക്ക് പുള്ളിക്കാരനെ ഒരിടത്ത് നിർത്തി പുള്ളിക്കാരനെ കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങൾ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ആകുമ്പോഴത്തേക്ക് തന്നെ ബോട്ട് അങ്ങ് ഒഴുകി പോവാണ് നല്ല സ്പീഡിൽ. അപ്പൊ അത്രയ്ക്ക് ആ ഒരു കറണ്ട് റിഡ്യൂസ് ആവാതെ ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റില്ല. അത് റിഡ്യൂസ് ആവണ്ടേ ഒരു 2 to 3 knots വന്നാലേ ഡൈവേഴ്സിനകത്ത് പോയി അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ.
അത് തന്നെയാണ് താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അടിയൊഴുക്ക് വലിയ രീതിയിലുള്ള ശ്രമകരമായി പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനിടയിൽ ഈ ട്രക്ക് മൂന്നായി മുറിഞ്ഞു എന്നുള്ളൊരു സംശയം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ആ സ്ഥിരീകരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് നേവിയുടെ ഇതിൽ വന്നിട്ടില്ല. അതിനെപ്പറ്റി എനിക്കൊരു ബ്രീഫ് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുന്ന സോണാറ. എന്റെ അറിവിൽ സോണാർ മാത്രമേ വെള്ളത്തിനടിയിൽ നമുക്ക് മാപ്പ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ക്യാമറ. അപ്പൊ നമ്മൾ സോണാർ യൂസ് ചെയ്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൺഫേം ചെയ്യണമെങ്കിൽ ഡൈവർ അകത്ത് പോകണം. ഇപ്പോൾ ദൗത്യ സംഘത്തിൽ എത്ര പേരുണ്ട്? ഇനി കൂടുതൽ പേരെ ഇറക്കേണ്ടതായിട്ടുണ്ടോ? ഞങ്ങളുടെ ഈ ഒരു ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് കർണാടക നേവൽ ഏരിയ കാർവാറിൽ ബേസ് ചെയ്തിട്ട് അവിടെ സഫീഷ്യന്റ് ഡൈവേഴ്സ് ഉണ്ട്. ആ ഒരു എമർജൻസി റെസ്പോൺസ് ടീം ബേസിൽ ഇതുണ്ട്. അവിടുത്തെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഇന്ന് പുറകിലുണ്ട്. സോണാർ ആണെങ്കിലും ഡൈവേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഹൈലി ട്രെയിൻഡ് ഓഫീസേഴ്സ്. അവർ ഇത് ചെയ്യുന്നത് ഇപ്പം വിസിബിലിറ്റി ഇല്ലെങ്കിൽ തന്നെ അവർ ട്രെയിൻഡ് വിസിബിലിറ്റി ഇല്ലാതെ ഡൈവ് ചെയ്യാൻ. ഞങ്ങളുടെ ഉള്ളി ഒരു ഹിൻഡ്രൻസ് ഞാൻ പിന്നെയും പറയുക, അത് കറണ്ട് കുറയാതെ ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റത്തില്ല. ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് അകത്ത് പോയി ജമ്പ് ചെയ്യുക അതല്ല. അവർക്ക് ആ ഫുൾ. വളരെ നന്ദിയുണ്ട് അതുൽ ഞങ്ങളുടെ പ്രതികരിച്ചതിന്. എന്തായാലും താങ്കൾ പറയുന്നത് പോലെ തന്നെ അടിയൊഴുക്ക് തന്നെയാണ് പ്രധാന വെല്ലുവിളിയായിട്ട് ദൗത്യ സംഘത്തിന് മുന്നിൽ ഉള്ളത്. എന്തായാലും പുഴയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന വലിയ രീതിയിലുള്ള പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ